ഒരു വേനൽക്കാല അവധി ദിവസം സൂര്യൻ നല്ല വെയിൽ തന്നുകൊണ്ടിരിക്കുന്ന ദിവസം കുട്ടികൾ എല്ലാരും തന്നെ ചൂടൊന്നും കണക്കാകാതെ പ്ലേഗ്രൗണ്ടിലേക്ക് പോയി. നോക്കിക്കേ, നമുക്ക് ഇന്ന് അവധി ദിവസവും കൂടിയായതിനാൽ നമുക്ക് ഫുൾ ഇവിടെ ചിലവഴിക്കാം. അതെ, നമുക്ക് ഓടാം, ചാടാം, പന്ത് കളിക്കാം. വാരൂ, വേഗം. ആരാണ് ആദ്യം ഓടി എത്തുന്നത് എന്ന് നോക്കാം. ഹാ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വേനൽക്കാലത്തിൽ പുറത്തു കളിക്കുന്നത് വളരെ രസമാണ്. അതെ, പക്ഷേ കുറച്ച് സമയം കളിച്ചതിന് ശേഷം എനിക്ക് വളരെ ചൂട് തോന്നുന്നു. എനിക്കും. എന്റെ തലയിൽ വിയർപ്പ് വരുന്നു. എനിക്ക് നാളെ പനി പിടിക്കുമോ? എനിക്ക് വളരെ ദാഹമുണ്ട്. എന്റെ ശരീരം വളരെ ക്ഷീണിച്ച പോലെ തോന്നുന്നു. ഇവിടെ ഒരു വെള്ളക്കുപ്പിയുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കുടിച്ചില്ലായേ. നമ്മൾ എല്ലാരും വളരെ ചൂടിലും ദാഹത്തിലും ആണേ. ഇനി കളിക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടാണേ. ഹേയ്, നോക്കൂ, ആകാശത്ത് എന്തോ പ്രകാശം കാണുന്നു. അത് എന്താണ്? ആരോ പറന്നു വരുന്നതുപോലെ തോന്നുന്നു. ഹലോ കുഞ്ഞുങ്ങളെ, ഞാൻ കിഡ്സ് ഹെൽപ്പർ കിങ് ആണ്. ഹായ്. കിഡ്സ് ഹെൽപ്പർ കിങ് ഒരു സൂപ്പർ ഹീറോ ആണല്ലോ. അതെ, എത്ര ക്യൂട്ട് ആയ കുഞ്ഞു സിംഹം. ഹലോ കിഡ്സ് ഹെൽപ്പർ കിങ്. കുഞ്ഞുങ്ങളെ, വേനൽക്കാലം വളരെ ചൂടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും സുരക്ഷിതവും ആരോഗ്യവാന്മാരുമായി ഇരിക്കണം. നിങ്ങൾ വളരെ നേരം കളിച്ചു. ഇപ്പോൾ വളരെ ദാഹവും ക്ഷീണവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. ആദ്യമായി, നിങ്ങൾ എല്ലാരും ഈ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കണം. അതും തിളപ്പിച്ച് ആറ്റിയ വെള്ളം മാത്രമേ. തണുത്ത വെള്ളം തളർന്നിരിക്കുന്ന സമയം കുടിക്കാനേ പാടില്ല. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരം തണുപ്പായി നിലനിർത്താം. അതുകൊണ്ട് വേനലിൽ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കണം. ശരി, നമുക്ക് ഇപ്പോൾ തന്നെ വെള്ളം കുടിക്കാം. വാ. വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം മാറുന്നതായി തോന്നുന്നു. ഇനി മറ്റൊരു പ്രധാന കാര്യം. വേനലിൽ പുറത്തു പോകാതിരിക്കാൻ ശ്രമിക്കൂ. കളിക്കാനായി പോകുന്നത് വൈകുന്നേരം തിരഞ്ഞെടുക്കുക. പോകുമ്പോൾ ഒരു തൊപ്പി ധരിക്കണം. അല്ലെങ്കിൽ ഒരു കുട ഉപയോഗിക്കാം. ഇത് സൂര്യന്റെ ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. എന്റെ കുട എത്ര നിറമുള്ളതാണ്. ഇപ്പോൾ എനിക്ക് സൂര്യന്റെ ചൂട് ഏൽക്കുന്നില്ല. ഇനി മറ്റൊരു നല്ല ശീലം പഠിക്കാം. വേനൽക്കാലത്ത് ആരോഗ്യകരമായ പഴങ്ങൾ കഴിക്കണം. ആരും പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കരുത്. തണ്ണിമത്തൻ കഴിക്കുന്നത് ശരീരം തണുപ്പായി നിലനിർത്തും. ആപ്പിൾ നിങ്ങളുടെ ശരീരത്തിന് ശക്തി നൽകും. വാഴപ്പഴം നിങ്ങൾക്ക് ഊർജം നൽകും. വാ. തണ്ണിമത്തൻ വളരെ രുചികരമാണ്. എനിക്ക് ആപ്പിൾ വളരെ ഇഷ്ടമാണ്. വാഴപ്പഴം കഴിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഊർജം കിട്ടി. ഇനി അവസാനമായി ഒരു പ്രധാന കാര്യം. ഉച്ചസമയത്ത് പുറത്തു കളിക്കരുത്. രാവിലെയോ വൈകുന്നേരമോ കളിക്കുന്നത് നല്ലതാണ്. അതെ, രാവിലെ കളിക്കുന്നത് വളരെ നല്ലതാണ്. വൈകുന്നേരം സൂര്യൻ താഴെയാകുമ്പോൾ കളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ വേനൽക്കാല നിയമങ്ങൾ എപ്പോഴും ഓർക്കണം. കൂടുതൽ വെള്ളം കുടിക്കൂ. തൊപ്പി ധരിക്കൂ. ആരോഗ്യകരമായ പഴങ്ങൾ കഴിക്കൂ. രാവിലെയോ വൈകുന്നേരമോ കളിക്കൂ. സുരക്ഷിതമായി ഇരിക്കൂ. ആരോഗ്യത്തോടെ ഇരിക്കൂ. നന്ദി കിഡ്സ് ഹെൽപ്പർ കിങ്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ബൈ കുഞ്ഞുങ്ങളെ. എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കൂ. ബൈ കിഡ്സ് ഹെൽപ്പർ കിങ്.